യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സാക്ഷിയായിരിക്കുന്നതിനുള്ള ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായിരിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് വേണം നാം കരുതുവാൻ. യേശുവിന്റെ സാക്ഷികളായതിന്റെ പേരിൽ അപ്പോസ്തലന്മാരെ അടിച്ച് അവരെ പരിഹസിച്ച് ന്യായാധിപ സംഘത്തിൽ നയിക്കുമ്പോൾ തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ പുറപ്പെട്ടു പോയി എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 5:41 നാം വായിക്കുന്നത്. സാക്ഷിയാകുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഒന്ന്, സാക്ഷീകരണത്തിന് പഴയ നിയമത്തിലെ ചില തെളിവുകൾ ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ ഒരു വസ്തുതയ്ക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് സാക്ഷിയായി തീരേണ്ടതിന് വേണ്ടി ചില മാധ്യമങ്ങൾ ഉപയോഗിക്കപ്പെടുമായിരുന്നു. ചില സംഭവ തെളിവുകൾ ശ്രദ്ധിക്കാം. ഉൽപ്പത്തി 21:30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ അബ്രഹാം അബീമേലെക്കിനോട് സംസാരിക്കുമ്പോൾ, ഞാൻ ഈ കിണർ കുഴിച്ചു എന്നതിന് സാക്ഷിയായി നീ ഈ 7 പെണ്ണാട്ടുകുട്ടികളെ എന്നോട് വാങ്ങണമെന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ ഇരുവരും ഉടമ്പടി ചെയ്തു. ലാബാനും യാക്കോബും തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു കൽക്കൂന കൂട്ടിയിട്ട് ഇത് സാക്ഷിയാണ് എന്ന് പറയുന്നു. ഞാനും നീയും തമ്മിൽ ഉടമ്പടി ചെയ്യുക, അത് എനിക്കും നിനക്കും മധ്യ സാക്ഷിയായിരിക്കട്ടെ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി. അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി. ഈ കൂമ്പാരവും തൂണും സാക്ഷി എന്ന് പറയുകയാണ്. ഉൽപ്പത്തി 31:44, 48, 50 വാക്യങ്ങൾ. ദൈവം മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ആകാശഭൂമിയും ഒരു പാട്ടുമൊക്കെ ദൈവം സാക്ഷിയായിട്ട് അവിടെ നിർത്തുന്നുണ്ട്. ആവർത്തനം 30:19, 31:19. അവിടെ യഹോവ മോശയോട് സംസാരിക്കുകയാണ്. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാടമാക്കി കൊടുക്കുക. അപ്പൊ ഒരു പാട്ട് ദൈവം സാക്ഷിയാക്കി നിർത്തും. ഒരാൾ തന്റെ ഒരു മൃഗത്തെ ഒരുവനെ കാവലിന് വേണ്ടി ഏൽപ്പിച്ചു. ആ മൃഗത്തെ ഒരു കാട്ടുമൃഗം കൊന്നുകളഞ്ഞാൽ ആ സൂക്ഷിപ്പുകാരൻ ആ കൊല്ലപ്പെട്ട മൃഗത്തിന്റെ അവശിഷ്ടം സാക്ഷിയായിട്ട് കൊണ്ടുവരണമായിരുന്നു. ഒരുത്തൻ മൃഗത്തെ സൂക്ഷിപ്പാൻ ഒരാളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അത് കടിച്ചു കീറിപ്പോയെങ്കിൽ അവൻ അതിന് സാക്ഷ്യം കൊണ്ടുവരണം. തൊണ്ടി മുതലാണ് അവിടെ സാക്ഷിയായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ ഇന്നത്തെ പോലെ ആധാരം എഴുതി ഒപ്പിടുകയും സാക്ഷികൾ ഒപ്പിടുകയും ചെയ്യുന്ന സമ്പ്രദായം വേദപുസ്തക കാലത്ത് നിലനിന്നിരുന്നതാണ്. യിരെമ്യാപ്രവചനം 32:10, 12, 25, 44 വാക്യം. ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. കൈമാറ്റം സംബന്ധിച്ച് ഒരു സാക്ഷിയായിട്ട് ചെരുപ്പ് കൈമാറുന്ന ഒരു രീതി പണ്ട് നിലവിലുണ്ടായിരുന്നു. രൂത്തിന്റെ പുസ്തകം 4:7, 10, 11 വാക്യം. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നു. ഏതൊരു കാര്യത്തിനും സാക്ഷി വേണമായിരുന്നു. സുപ്രധാനമായ കാര്യങ്ങൾക്ക് ഒരു സാക്ഷി പോരെ, 2 or 3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കുമെന്നാണ് ദൈവം തന്നെ പറഞ്ഞിരുന്നത്. 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. 1 തിമോഥെയോസ് 5:19. പ്രശ്നം പരിഹരിക്കാൻ
നീ തന്നെ ചെന്ന് നോക്കുക, പറ്റുന്നില്ലെങ്കിൽ 2 or 3 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക എന്നാണ് കർത്താവ് മത്തായി 18:16 പറഞ്ഞത്. സാക്ഷികളെയാണ് അവിടെ കാണിക്കുന്നത്. ആവർത്തനം 17:6, 19:15, 2 കൊരിന്ത്യർ 13:1, ഇവിടെയെല്ലാം 2 സാക്ഷികളെങ്കിലും വേണം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു വസ്തുത ഉറപ്പിക്കുന്നതിൽ സാക്ഷികൾ എന്നുള്ളത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. തെറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് മരണശിക്ഷ ഏൽപ്പിക്കേണ്ടി വരുമ്പോൾ പോലും വ്യക്തമായ 2-3 സാക്ഷികളെങ്കിലും ഉണ്ടായിരിക്കണം. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ സാക്ഷികളുടെ വസ്ത്രം ശൗൽ എന്ന ഒരു യൗവനക്കാരന്റെ പക്കൽ ഏൽപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 7:58. അതുപോലെ തന്നെ ഈ വ്യക്തി ദൈവദൂഷണം പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ രാജാവിനെ നിന്ദിക്കുന്നത് കേട്ടു എന്നൊക്കെ കുറ്റം ആരോപിക്കുമ്പോൾ ആ സാക്ഷിയായ വ്യക്തി വേണം ആദ്യമായിട്ട് കല്ലെറിയാൻ. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ സാക്ഷികളെ, കള്ളസാക്ഷികളെ നിർത്തിയാണ് ഇസബേൽ ആ ഹീനകൃത്യം ചെയ്തത്. യേശു ക്രിസ്തുവിനെതിരെ സാക്ഷികളെ, കള്ളസാക്ഷികളെ കൊണ്ടുവന്നു എന്നാണല്ലോ വായിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം തീർച്ചപ്പെടുത്തുന്നതിന് സാക്ഷികൾ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. രക്തസാക്ഷിയായി തീരുക എന്ന വാക്ക് താൻ പറഞ്ഞ കാര്യത്തിനു വേണ്ടി തന്റെ ജീവരക്തം സാക്ഷിയായി തീർന്നു. അതാണ് രക്തസാക്ഷിത്വം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. ലേവ്യ പുസ്തകം 5:1, ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്റെ കുറ്റം വഹിക്കണം. കോടതിയിൽ, വ്യവഹാരങ്ങളിലൊക്കെ സാക്ഷികൾക്ക് പ്രത്യേകമായ പ്രാധാന്യത. ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ യഹോവയുടെ സാക്ഷികളാണോ? അല്ല, അല്ലവേ അല്ല. യഹോവ സാക്ഷികൾക്കുള്ള മറുപടി എന്ന എന്റെ പുസ്തകം പുറത്തിറങ്ങി. ദീർഘവർഷങ്ങളുടെ പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി രചിക്കപ്പെട്ട ഈ പുസ്തകത്തിൽ യഹോവ സാക്ഷികളുടെ ഉത്ഭവം മുതലുള്ള എല്ലാ ചരിത്രങ്ങളെയും വ്യാഖ്യാനങ്ങളെയും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയാണ്. യേശുവിനെ ക്രൂശിച്ചത് ഒറ്റത്തടി സ്തംഭത്തിലാണോ? യേശുവിന്റെ ശരീരം വാതകമായി ലയിച്ചുപോയി എന്നത് സത്യമാണോ? മീഖായേൽ ജഡാവതാരം സ്വീകരിച്ചവനാണ് യേശു എന്നത് അംഗീകരിക്കാമോ? 1914-നും 35-നും എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നമുക്ക് പട്ടാള സേവനവും രക്തദാനവും ചെയ്യാമോ? ജന്മദിനം ഓർക്കുന്നതിൽ അപാകതയുണ്ടോ? മരണാനന്തര ജീവിതവും മനുഷ്യാത്മാവും മിഥ്യയാണോ? പരിശുദ്ധാത്മാവ് കേവലം ശക്തി മാത്രമാണോ? ത്രിത്വോപദേശം സാത്താന്യമാണോ? ബൈബിൾ വ്യാഖ്യാനിച്ചതിലും തിരുത്തിയതിലും യഹോവ സാക്ഷികൾക്ക് സംഭവിച്ച പിശകുകൾ എന്തൊക്കെയാണ്? തുടങ്ങി യഹോവ സാക്ഷികളുടെ എല്ലാ ദുരുപദേശങ്ങളെയും സമഗ്രമായി ഖണ്ഡിക്കുന്ന ഈ പുസ്തകം ക്രൈസ്തവ ജനം അത്യാവശ്യമായി വായിച്ചിരിക്കേണ്ടതാണ്. പാസ്റ്റേഴ്സ് TJ സാമുവേൽ, KC ജോൺ, MV ചാക്കോ, PA എബ്രഹാം കാനമച്ചൻ, ജോർജ് വർഗീസ് തുടങ്ങിയ ദൈവദാസന്മാരുടെ പഠനാർഹമായ ഗ്രന്ഥാഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. യഹോവയുടെ സാക്ഷികൾ എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗം ജനമാണ്. 1931 ആ പേര് യഹോവയുടെ സാക്ഷികൾ സ്വീകരിച്ചത്. C.T. റസൽ എന്ന ഒരു വ്യക്തി തുടങ്ങുകയും പിന്നീട് പലതായി പിരിയുകയും ഏതാണ്ട് 10-ൽ-പരം പ്രാവശ്യം പേരുകൾ മാറ്റി മാറ്റിയിടുകയും ചെയ്ത ഒരു പ്രസ്ഥാനം. എങ്കിലും പൊതുവെ ആ പ്രസ്ഥാനത്തെ റസലുകാർ എന്ന് അറിഞ്ഞു പോന്നിരുന്നു. വാച്ച് ടവർ എന്നും അടിമവർഗമെന്നും പുൾപിറ്റ് അസോസിയേഷൻ എന്നും ബൈബിൾ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പല പേരുകൾ പറഞ്ഞു വന്നു. എങ്കിലും പൊതുവെ റസലുകാർ എന്ന് അറിഞ്ഞു വന്നിരുന്നു. രണ്ടാമത്തെ റസലിന് ശേഷം നേതാവായി മാറിയ റുദർഫോർഡിന് റസലിനോട് വ്യക്തിപരമായി ചില വൈരാഗ്യമുണ്ടായിരുന്നു എന്നും ആ വൈരാഗ്യം നിമിത്തം റസലിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ വേർപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1931 യഹോവയുടെ സാക്ഷികൾ എന്ന പേര് യെശയ്യാപ്രവചനം 43-10 ആസ്പദമാക്കി ആ സംഘടന സ്വീകരിച്ചത്. ഞങ്ങൾ യഹോവയുടെ സാക്ഷികളല്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ
സാക്ഷികളാണ്. ബൈബിളിലെ പുതിയ നിയമത്തിൽ 14 വാക്യത്തെളിവുകൾ ഉണ്ട്. ഈ 14 വാക്യത്തെളിവുകളും ക്രിസ്തുവിന്റെ സാക്ഷി, യേശുവിന്റെ സാക്ഷി എന്നാണ് കാണിക്കുന്നത്. പുതിയ നിയമത്തിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യഹോവയുടെ സാക്ഷി എന്ന് പറയാൻ ഒരൊറ്റ വാക്യത്തെളിവ് പോലുമില്ല എന്ന് ഞാൻ ഊന്നി പറയുകയാണ്. ക്രിസ്തുവിന്റെ സാക്ഷി എന്നുള്ളതിന് 14 വാക്യത്തെളിവുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി. അവർ എന്തിന്റെ സാക്ഷികളാണായത്? പ്രധാനമായും അവർ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായി തീരുകയാണ് ഉണ്ടായത്. വാക്യത്തെളിവുകൾ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 1:22 യൂദയുടെ സ്ഥാനത്തേക്ക് മത്യാസിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കണം. അങ്ങനെ മത്യാസിനെ അവർ തെരഞ്ഞെടുക്കുകയാണ്. യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണമെന്നാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:32 ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 3:15 അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് മഹാശക്തിയോട് സാക്ഷ്യം പറഞ്ഞു പോന്നു. യേശുവിന്റെ സാക്ഷി എന്നുള്ളതിന് 14 വാക്യത്തെളിവുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. പെട്ടെന്ന് ഞാൻ ആ വാക്യം, ആ പ്രസക്ത ഭാഗം മാത്രം ഒന്ന് വായിച്ചുവിടാം. ലൂക്കോസ് 24:46 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും സകല ജാതികളും പ്രസംഗിക്കുകയും വേണമെന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. 2 അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്നാണ് യേശു പറഞ്ഞത്. 3 അപ്പോസ്തല പ്രവൃത്തി 1:22 അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം. 4 അപ്പോസ്തല പ്രവൃത്തി 2:32 ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. 5 അപ്പോസ്തല പ്രവൃത്തി 3:15 അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. 6 അപ്പോസ്തല പ്രവൃത്തി 5:32 ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:39 യഹൂദ്യദേശത്തിലും യെരൂശലേമിലും അവൻ അഥവാ യേശു ചെയ്ത സകല പ്രവർത്തനത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. 8 അപ്പോസ്തല പ്രവൃത്തി 13:31 അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ അഥവാ യേശുവിന്റെ സാക്ഷികളാകുന്നു. 9 അപ്പോസ്തല പ്രവൃത്തി 20:21 വാക്യം കർത്താവിനെ സാക്ഷീകരിച്ചു. 10 അപ്പോസ്തല പ്രവൃത്തി 22:16 നീ അവന്റെ സാക്ഷിയായി തീരും. പൗലോസിനോട് അനന്യാസ് സംസാരിക്കുമ്പോൾ പറയുന്നത്, നീ വഴിയിൽ വെച്ച കണ്ട ക്രിസ്തു ഉണ്ടല്ലോ, ആ ക്രിസ്തുവിന് നീ സാക്ഷിയായി തീരുമെന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 22:20 നിന്റെ സാക്ഷിയായ സ്തെഫാനോസ് യേശുവിന്റെ സാക്ഷിയായിരുന്നു. 1 പത്രോസ് 5:1 പത്രോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയുമായ ഞാൻ പത്രോസ് എന്ന ഞാൻ. പത്രോസ് യേശുവിന്റെ സാക്ഷിയായിരുന്നു. 13 വെളിപ്പാട് 1:9 യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഇവിടെയെല്ലാം യേശുവിന്റെ സാക്ഷി എന്നാണ് വാക്കുകൾ. 14 വെളിപ്പാട് 2:13 യേശു ക്രിസ്തു നേരിട്ട് പറയുന്ന ഒരു വാചകം, വിശ്വസ്തദാസനായ രക്തസാക്ഷിയായി മാറിയ അന്തിപ്പാസിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസ് എന്റെ സാക്ഷി. യേശു പറയാണ്, അന്തിപ്പാസ് എന്റെ സാക്ഷിയായിരുന്നു. യോഹന്നാൻ യേശുവിന്റെ സാക്ഷിയായിരുന്നു. പൗലോസ് യേശുവിന്റെ സാക്ഷിയായിരുന്നു. പത്രോസ് യേശുവിന്റെ സാക്ഷിയായിരുന്നു. അന്തിപ്പാസ് യേശുവിന്റെ സാക്ഷിയായിരുന്നു.
സ്തെഫാനോസ് യേശുവിന്റെ സാക്ഷിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ യഹോവയുടെ സാക്ഷി എന്നുള്ളതിന് ഒറ്റ വാക്യത്തിലുമില്ല. BC 790 യഹൂദനോട് ദൈവം പറഞ്ഞ വാചകമാണ് നിങ്ങൾ എന്റെ സാക്ഷികൾ എന്നുള്ളത്. അല്ലാതെ 1931 മുതലുള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള വാക്യമല്ലത്. യഹൂദന്റെ വാചകം സ്വന്തമായി എടുക്കാൻ യഹൂദന് നിത്യ നിയമമായി ദൈവം നൽകിയ നിയമങ്ങളൊന്നും ഇവരൊട്ട് പാലിക്കുന്നുമില്ല. ശാബത അവർ പാലിക്കുന്നില്ല, പരിച്ഛേദന അവർക്കില്ല, യാഗങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല, യഹൂദന്റെ പെരുന്നാളോ ഉത്സവങ്ങളോ ഒന്നും അവർ ആചരിക്കുന്നില്ല. അപ്പൊ യഹൂദന്റെ യാതൊരു ആചാരാനുഷ്ഠാനങ്ങളും അനുസരിക്കുന്നുമില്ല. എന്നിട്ടും യഹൂദനോട് പറഞ്ഞ നിങ്ങൾ എന്റെ സാക്ഷികൾ എന്ന യഹോവയുടെ സാക്ഷികൾ പേരെടുക്കുമ്പോൾ ഓർക്കണം, അവർ യഹൂദന്മാരുമല്ല, ഒട്ട് ക്രിസ്ത്യാനികളും ഇല്ല. കാരണം അവർ ക്രിസ്തുവിന്റെ സാക്ഷികൾ ആണെന്ന് പറയുന്നില്ല. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീനെന്ന് ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ അവന് പിതാവായ ദൈവത്താൽ സാക്ഷ്യവും മാനവും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ, യേശുവിനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദമുണ്ടായത് കേട്ടു. ഞങ്ങൾ ഇത് നിങ്ങളോട് പറയുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ യേശുവിന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അതെ, യേശുവിന്റെ മഹിമ കണ്ട സാക്ഷികളായി, യേശുവിന്റെ സാക്ഷികളായി തന്നെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്ത്യാനികളാണ് ക്രിസ്തുവിന്റെ സാക്ഷികൾ. ക്രിസ്ത്യാനി എന്ന പദം വേദപുസ്തകത്തിൽ 3 ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് അപ്പോസ്തലപ്രവൃത്തി 11:26 അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ആരുടെ ശിഷ്യന്മാർക്ക്? യേശുവിന്റെ ശിഷ്യൻ. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി എന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ, അല്ലാത്ത ഒരുവനും എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഒരു ക്രിസ്തു സാക്ഷി ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കണം. തിരിച്ചു പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശിഷ്യനായി, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ക്രിസ്തുവിനെ അനുകരിക്കുന്ന, ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന, ക്രിസ്തുവിനെ മാതൃകയാക്കുന്ന, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരുവന് മാത്രമേ ക്രിസ്തുവിന്റെ സാക്ഷിയായിരിക്കുവാൻ കഴിയുള്ളൂ. ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ആരുടെ ശിഷ്യൻ? ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കും. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീനെന്ന് കർത്താവ് പറഞ്ഞത് ക്രിസ്തുവിന്റെ ശിഷ്യരായി തീരുക എന്നാണ്. 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരെ ശിഷ്യന്മാർ എന്നാണ് വിളിച്ചു വന്നത്. ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ആരാണ് ക്രിസ്ത്യാനി? 2 പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെ യേശുവിന്റെ സാക്ഷ്യത്തിന്റെ പേരിൽ വിസ്താരത്തിൽ നിൽക്കുകയാണ്. പൗലോസിനെ എവിടെയും പറയാനുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. മറ്റാരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ലോകരക്ഷകനായ പാപപരിഹാരകനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമുക്ക് എവിടെയും സാക്ഷീകരിക്കുവാനുള്ളത്. അഗ്രിപ്പ രാജാവിനോട് പൗലോസ് സുവിശേഷം അറിയിക്കുകയാണ്. അഗ്രിപ്പ രാജാവ് തിരിച്ചു ചോദിച്ചു, നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുകയാണോ? പൗലോസിന്റെ പ്രതികരണം ശ്രദ്ധിക്കണം. അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. എന്താ സ്വർഗീയ ദർശനം? നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വെട്ടത്തെ കവിയുന്നൊരു പ്രകാശം അവനെ ചുറ്റി മിന്നുകയും അവൻ വാഹനമൃഗത്തിൽ താഴെ വീഴുകയും ചെയ്തു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രേന യേശു ആകുന്നു ഞാൻ എന്നാണ് പറഞ്ഞത്. ആ സ്വർഗീയ ദർശനത്തെ കുറിച്ച് അനന്യാസ് പറയുമ്പോൾ നീ അവന്റെ അഥവാ യേശുവിന്റെ സാക്ഷിയായി തീരുമെന്നാണ് പറഞ്ഞത്. ആ യേശുവിന്റെ സാക്ഷിയായ പൗലോസ് ഇപ്പോൾ ഒരു വിസ്താരത്തിന് വേണ്ടി അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെ നിൽക്കുകയാണ്. അഗ്രിപ്പ രാജാവ് പറഞ്ഞു, നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ ഭാവിക്കുകയാണോ? പൗലോസിന്റെ മറുപടി, രാജാവേ, നീ മാത്രമല്ല എന്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും ഈ ചങ്ങല ഒഴികെ സകലത്തിലും എന്നെ പോലെ ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ഒരു സാക്ഷി? യേശു ക്രിസ്തുവിനെ കുറിച്ച് എവിടെയും പറയാൻ, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പാപപരിഹാരവും നിത്യജീവനും ലഭ്യമല്ല എന്നുള്ള ആ സത്യമായ സുവിശേഷം ധൈര്യപൂർവ്വം സാക്ഷീകരിക്കുന്നവനാണ് ക്രിസ്ത്യാനി.
ആരാണ് ക്രിസ്ത്യാനി? 1 പത്രോസ് 4:16. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. അതെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്നുള്ളത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ വരം ലഭിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നമുക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ പേരിൽ നാം നിന്ദയും അപമാനവും കഷ്ടവും ഒക്കെ സഹിക്കേണ്ടി വരുമ്പോൾ ഒരു അപൂർവ കാര്യം വന്നുപോയി എന്ന് വെച്ച് നാം അതിശയിക്കേണ്ടതില്ല. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഉപദ്രവം ഉണ്ടാകും. ലോകം ക്രിസ്തുവിനെ പകച്ചുവെങ്കിൽ നമ്മയും പകയ്ക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത്, കർത്താവിന്റെ സാക്ഷിയായി തീരുന്നത് ഒരു ഭാഗ്യമാണ് എന്ന് നാം കണക്കാക്കണം. യേശുവിന്റെ സാക്ഷിയായി തീരുന്നതിനെ പറ്റിയാണല്ലോ ഇന്ന് നാം ചിന്തിച്ചത്. പഴയ നിയമ പശ്ചാത്തലത്തിൽ സാക്ഷിയായി തീരുന്നതിന് ചില തെളിവുകൾ വെക്കുമായിരുന്നു. കൽക്കൂന തെളിവായി വെച്ചത് നമ്മൾ കണ്ടു. 7 പെണ്ണാട്ടിൻ കുട്ടിയെ അബ്രഹാം സാക്ഷിയായി കൊടുക്കുന്നുണ്ട്. ആകാശത്തെയും ഭൂമിയെയും ഒരു പാട്ടിനെയും ദൈവം സാക്ഷിയായി നിർത്തുന്നുണ്ട്. വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കീറിയാൽ അതിന്റെ അവശിഷ്ടം സാക്ഷിയായി കൊണ്ടുവരുമായിരുന്നു. ചെരുപ്പ് കൈമാറ്റം ഒരു സാക്ഷിയായിരുന്നു. ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കുമായിരുന്നു. മൂപ്പന്റെ നേരെ അന്യായം ബോധിപ്പിക്കുമ്പോൾ 2-3 സാക്ഷികൾ ഉണ്ടായിരിക്കണമെന്ന് ദൈവം പറഞ്ഞിരുന്നു. 2-3 സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യത്തിൽ നടപടി എടുക്കാവൂ എന്ന്, കാര്യം ഉറപ്പാക്കാവൂ എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തെളിവുകളുണ്ട്. നാബോത്തിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ ചില കള്ളസാക്ഷികളെ മുമ്പിൽ നിർത്തിയാണ് ആ ഹീനകൃത്യം ഇസബേൽ ചെയ്തത്. കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയാൻ പാടില്ല എന്നാണ് 10 കൽപ്പനയിലെ ഒരു കൽപ്പന. കാരണം ആ കള്ളസാക്ഷി മുഖാന്തരം ആ വ്യക്തിയുടെ ജീവൻ പോലും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാൻ ഇടവരും. നാം പറയുന്ന കാര്യങ്ങൾ സത്യമായ കാര്യമാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സാക്ഷിയായിരിക്കുന്ന വ്യക്തി അവൻ പറയുന്ന കാര്യം സത്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവന്റെ രക്തം കൊണ്ട് പോലും അത് ഉറപ്പാക്കാൻ ബാധ്യസ്ഥനാണ്. രക്തസാക്ഷികൾ എന്ന വാക്കും ചിന്തയും ആ വസ്തുതയാണ് ഊന്നിപ്പറയുന്നത്. അപ്പോസ്തലന്മാർ യേശുവിന്റെ സാക്ഷികളായി. അവരുടെ ജീവിതം തന്നെ യേശുവിന്റെ സാക്ഷികളായി. അതുകൊണ്ടാണ് അവരെ കുറിച്ച് വായിക്കുന്നത്, പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ സഹോദരന്മാരാണെങ്കിലും അവർ യേശുവിനോട് കൂടെയുള്ളവർ എന്ന് ലോകം അറിയുകയാണ്. അവരുടെ ഉച്ചാരണം പോലും ആ സാക്ഷീകരണത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. നമുക്ക് യേശുവിന്റെ സാക്ഷിയായിരിക്കുവാൻ കഴിയുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ പേരിൽ ഒരു നിന്ദയോ ഒരു കളിയാക്കലോ സമൂഹത്തിൽ നിന്ന് കിട്ടുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിനെ നിന്ദിച്ച ദുഷിച്ച ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ഈ ലോകക്കാരല്ലാത്തത് കൊണ്ടാണ് ലോകം നമ്മെ പകയ്ക്കുന്നത്. നാം മറ്റൊരു ലോകത്തിന് വേണ്ടി വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. ആ മറ്റൊരു ലോകം യേശുക്രിസ്തുവിന്റെ രാജ്യമാണ്. ആ സ്വർഗരാജ്യത്തിന്റെ സാക്ഷികളായി, ക്രിസ്തുവിന്റെ സാക്ഷികളായി ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ലേവ്യർ 5:1 ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്റെ കുറ്റം വഹിക്കണം. ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ സാക്ഷിയായിരിക്കുന്നത് ഒരു ഭാഗ്യമാണ്. അപ്പോസ്തലന്മാര് അടികൊണ്ടപ്പോൾ പറഞ്ഞത് എന്താണ്? തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ പുറപ്പെട്ടു പോയി. പുതിയ നിയമത്തിൽ നാം കണ്ട 14 വാക്യത്തെളിവുകൾ യേശുവിന്റെ സാക്ഷികൾ എന്നാണ്. അവർ യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായിരുന്നു. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ സാക്ഷികളായിരുന്നു. അവന്റെ മഹിമ കണ്ട സാക്ഷികളായിരുന്നു. പൗലോസ്, പത്രോസ്, സ്തെഫാനോസ്, അന്തിപ്പാസ്, യോഹന്നാൻ, ഈ 5 വ്യക്തികളും എടുത്തു പറയുമ്പോൾ യേശുവിന്റെ സാക്ഷി എന്നാണ് എടുത്തു പറയുന്നത്. ദൈവത്തിന് കർത്താവ് പോലും അന്തിപ്പാസിനെ കുറിച്ച് എടുത്തു പറഞ്ഞത് വിശ്വസ്തനും എന്റെ സാക്ഷിയുമായ അന്തിപ്പാസ് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യേശുവിന്റെ സാക്ഷികളായിരിക്കാം, യേശുക്രിസ്തുവിനെ ഉയർത്തുന്നവരായിരിക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനും രക്ഷയ്ക്കായി അത് ദൈവശക്തിയാകുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ
യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടേണ്ടതാണ്. ദൈവജനത്തിന് ബന്ധനമില്ല. ആർക്കും അതിന് പരിധിയോ പരിമിതിയോ കൽപ്പിക്കാൻ പാടില്ല, പറ്റില്ല. കാരണം മാനവകുലത്തിന്റെ ഏക രക്ഷാമാർഗമാണ്, മോക്ഷത്തിന്റെ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ അറിയിക്കുന്നതിൽ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചുകൊണ്ടാണെങ്കിലും പൗലോസ് അതിൽ അഭിമാനിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരാണ് ക്രിസ്ത്യാനി? ശിഷ്യനാണ് ക്രിസ്ത്യാനി. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നു പേരുണ്ടായി. അതുപോലെ തന്നെ യേശുവിനെ എവിടെയും സാക്ഷീകരിക്കാൻ സന്മനസ്സും ധൈര്യവും അഭിമാനവും ഉള്ളവനാണ് ക്രിസ്ത്യാനി. അഗ്രിപ്പാ രാജാവിനോട് പറഞ്ഞത്, നീ മാത്രമല്ല ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും എന്നെ പോലെയാകണമെന്നാണ് പൗലോസ് വ്യക്തമാക്കിയത്. 1 പത്രോസ് 4:16 ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരുമ്പോഴും ലജ്ജിക്കാതെ, കർത്താവിനെ തള്ളിപ്പറയാതെ, കർത്താവിന് വേണ്ടി തന്നെ ജീവിതത്തിന്റെ അവസാനം വരെ നിലനിൽക്കുവാനും യേശുവിന്റെ സാക്ഷികളായി മുന്നോട്ട് പോകുവാനും വചനം കേട്ട എല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയ്ക്ക് യേശു ക്രിസ്തു മറുപടി നൽകി, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. മരണത്തിലും ജീവനിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് യേശു ക്രിസ്തു മറുപടി നൽകി, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയ്ക്ക് യേശു ക്രിസ്തു മറുപടി നൽകി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി നമുക്ക് മുന്നോട്ട് പോകാം. ലോകത്തിന്റെ ഏക രക്ഷാമാർഗം യേശു ക്രിസ്തു, പാപികളുടെ രക്ഷകൻ യേശു ക്രിസ്തു, രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നവൻ യേശു ക്രിസ്തു. മറ്റാരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. യേശുവിന് വേണ്ടി ജീവിക്കണം. നിന്റെ ആയുസ് യേശുവിന് വേണ്ടി എരിഞ്ഞ് അവസാനിക്കട്ടെ. കോടാലിയെ കുറിച്ച് പറയാറില്ലേ, ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് തീരുമെന്ന്. ഉപയോഗിച്ചാൽ അത് തേഞ്ഞു തീരും, ഉപയോഗിച്ചില്ലെങ്കിൽ അത് തുരുമ്പിച്ചു തീരും. സീറ്റീസ് കണ്ടു പറഞ്ഞതുപോലെ ഒരു ജീവിതമേ നമുക്കുള്ളൂ, അത് വേഗം തീരും. യേശുവിനായി ചെയ്തത് മാത്രം നിലനിൽക്കും. ജീവിതത്തിന്റെ അങ്ങേ തുറമുഖത്ത് നാം നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ആ യേശു ക്രിസ്തുവിനെ മുഖാമുഖം കാണും. അതിന്റെ നാളുകൾ വിദൂരമല്ല. കർത്താവിന്റെ സാക്ഷികളായി മുന്നോട്ട് പോകുവാൻ, ധൈര്യമായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8060991167 9946997525.